ഭർത്താവിൻ്റെ ബഹുമാനം നഷ്ടപ്പെട്ടു പോവുക. അതുപോലെ തന്നെയാണ് മക്കളുടെ മുന്നിൽ നമ്മൾ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുമ്പോൾ, നിൻ്റെ അപ്പൻ കണ്ടില്ലേ ഇങ്ങനെയൊക്കെ നടക്കുന്നത്, തേരാപ്പാര, നിൻ്റെ അപ്പനെ പോലെ നടന്നാൽ മതിയാ, വല്ല പഠിച്ചിട്ട് വല്ലതും എന്താവണ്ടേ എന്ന് പറഞ്ഞ് അപ്പനെ മക്കളുടെ മുന്നിൽ ഇടിച്ചു താഴ്ത്തുമ്പോൾ, അല്ലെങ്കിൽ കൂട്ടുകാരുടെ മുന്നിൽ ഇടിച്ചു താഴ്ത്തുമ്പോൾ, അല്ലെങ്കിൽ ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ, ചില സ്ത്രീകൾക്ക് എനിക്കുള്ള സ്വഭാവമാണ് കേട്ടോ, ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ അപ്പോൾ വിചാരിക്കും അവർക്കവിടെ ഭാര്യയെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, ബഹുമാനിക്കുന്നില്ല എന്നൊരു തോന്നലാണ്. അവർക്കൊരു ഈഗോ ഉണ്ട് പുരുഷന്, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈഗോ മാത്രമേ ഉള്ളൂ, പെരുപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കും. അവരെന്തോ ആണ്, എന്തോ സംഭവമാണെന്ന് വിചാരിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. അവിടെ എന്തെങ്കിലും ഹേർട്ടായാൽ അവർ ഭയങ്കര പ്രശ്നമാണ്. അപ്പം അത് സ്ത്രീകൾ മനസ്സിലാക്കുക, അല്ലാതെ അവരെ നന്നാക്കാൻ നോക്കാം. നിങ്ങളുടെ ഈഗോനെ നശിപ്പിക്കാൻ നമ്മൾ ഇടിച്ച് താഴ്ത്താൻ നോക്കിയാൽ അത് കൂടുതൽ വഷളാവത്തില്ല. അവിടെയാണ് നമ്മൾ സ്ത്രീകൾ നയം പാലിക്കേണ്ടത്. അതിന് നീക്കൊണ്ട് സംസാരിക്കാൻ, അവരെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കുപ്പിയിലിട്ടുകൊണ്ട് വേണം നടക്കാം. ചേച്ചിമാരെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഈ പുരുഷന്മാരെ വളച്ച് കൊണ്ടാ, അത്രയേ ഉള്ളൂ. അവർ വെറും പൂത എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാം. പക്ഷെ നമ്മുടെ ചില മർക്കടമുഷ്ടി സ്വഭാവമാണ് അവർ ഇല്ലാതാക്കുന്നത്, നമ്മളിൽ നിന്ന് അകറ്റുന്നതും. സ്ത്രീകൾക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ, ഞാൻ ഉള്ള കാര്യം പറയുന്നതാണ്. ഞാൻ വിജയിപ്പിച്ചെടുത്ത കാര്യം കൂടെ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയണത്, സത്യം പറയാം. അപ്പം നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മോൾഡായിട്ട് കൊണ്ടുപോകും. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു